തിരുവനന്തപുരം നെയ്യാറ്റിൻകര വഴിമുക്കിൽ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിലെ പ്രതി പിടിയിൽ. ബാലരാമപുരം സ്വദേശി റാഷിദിനെയാണ് നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 4 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ തെയ്യക്കാവ് കാമ്പാറൻ ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളിപ്പ്, ദീപാരാധന, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. തിരുവനന്തപുരം വെള്ളറട UIT ക്യാമ്പസിൽ അക്ഷരമധുരം സംഘടിപ്പിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയുടെ കേരള സംസ്ഥാന ഭാരവാഹികളും മലപ്പുറം ജില്ലാ ഭാരവാഹികളും സ്ഥാനമേറ്റു. ചടങ്ങ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് S. സുനിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പാലോട് അടിക്കാടിന് തീപിടിച്ചു. RK ട്രാവൽസ് ഉടമയുടെ 3 ഏക്കറോളം വരുന്ന പുരയിടത്തിലെ അടിക്കാടിനാണ് തീപിടിച്ചത്. ഗുജറാത്ത് സേന എത്തി തീയണച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷവും പ്രതിമാ അനാച്ഛാദനവും നടന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് തൃത്താല വെള്ളിയാങ്കലിൽ തീപിടുത്തം. വെള്ളിയാങ്കലിലെ പൈതൃക പാർക്കിന് താഴെയാണ് തീപിടുത്തമുണ്ടായത്. പട്ടാമ്പി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ആലപ്പുഴ തലവടി CMS ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബാഡ്മിന്റൺ ടൂർണമെന്റ് സ്മാഷ് 2025 സമാപിച്ചു. സമാപന സമ്മേളനം ബിഷപ്പ് തോമസ് K. ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു.